മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. രണ്ട് വാക്കുകൾ നമ്മൾ ഇന്നും ഉപയോഗിക്കാറുള്ള വാക്കുകളാണ്. പക്ഷേ അതിൻ്റെ ആന്തരികാർത്ഥവും സന്ദേശവും പലപ്പോഴും നമ്മൾ ചിന്തിക്കാറേ ഇല്ല. ഹിന്ദു ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് വാക്കുകളാണ്. ഒന്ന് ഉപനിഷത്ത്, അതേ അർത്ഥമുള്ള രണ്ടാമത്തെ വാക്ക് ഉപനയനം. ഉപനിഷത്ത്, ഉപനയനം, ഇത് വലിയ അർത്ഥ സന്ദേശങ്ങളുള്ള രണ്ട് വാക്കുകളാണ്. ഭാരതത്തിലെ പുരാണങ്ങൾ, അതിൻ്റെ മുകളിൽ മഹാഭാരതം, അതിൻ്റെ മുകളിൽ രാമായണം, അതിൻ്റെ മുകളിൽ വേദങ്ങൾ, ഏറ്റവും മുകളിലാണ് ഉപനിഷത്തുള്ളത്. ഉപ എന്ന വാക്കിൻ്റെ അർത്ഥം അടുത്തേക്ക്, നിഷത് എന്ന വാക്കിൻ്റെ അർത്ഥം കൊണ്ടുപോവുക, നയിക്കുക, അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. ഉപനയനം എന്ന വാക്കിൻ്റെയും അർത്ഥം അത് തന്നെയാണ്, അടുത്തേക്ക് കൊണ്ടുപോവുക. ശരിക്ക് തത്വശാസ്ത്ര പ്രകാരം ഉപനിഷത്ത് വിവരിക്കുന്നവർ പറയും, പരമമായ സത്യത്തിൻ്റെയും യാഥാർത്ഥ്യത്തിൻ്റെയും അടുത്തേക്ക് കൊണ്ടുപോകുക. ഈശാവാസ്യോപനിഷത്താണ് ഏറ്റവും ഉജ്ജ്വലമായ ഉപനിഷത്ത്. അതിലെ 16-ാമത്തെ 15-ാമത്തെ വരിയിൽ, 15, 16 രണ്ട് വരിയിലെടുത്താൽ നല്ല ഉജ്ജ്വലമായിട്ടുള്ള സന്ദേശമുണ്ട്. ഹിരണ്മയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷന്നപാവൃണു സത്യധർമായ ദൃഷ്ടയേ. പരമമായ സത്യവും പരമമായ ധർമ്മവും സ്വർണ്ണ നിറത്തിലുള്ള പാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു. പരമമായ സത്യവും പരമമായ ധർമ്മവും സ്വർണ്ണ നിറത്തിലുള്ള കവറുകൊണ്ട്, മൂടികൊണ്ട്, അടപ്പുകൊണ്ട്, പാത്രം കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. പരമമായ സത്യവും പരമമായ ധർമ്മവുമാണ് എന്ന് വിചാരിച്ച് നമ്മൾ കാണുന്നത് ഈ സ്വർണ്ണ നിറത്തിലുള്ള കവറിൻ്റെ തിളക്കം മാത്രമാണ്. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും തിളക്കമല്ല, ആ കവറിൻ്റെ തിളക്കാണ്. പക്ഷെ ആ കവർ മാറ്റാതെ പരമമായ സത്യവും പരമമായ ധർമ്മവും എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തത്വം പൂഷൻ അപാവൃണു സത്യധർമായ ദൃഷ്ടയെ. സൂര്യപ്രകാശം പോലെ ഉജ്ജ്വലമായ അറിവിൻ്റെ ചൈതന്യം കൊണ്ട് തത് ആ കവറ്, ത്വം നീയ അപാവൃണു എടുത്തു മാറ്റുക. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മുകളിലിട്ടിരിക്കുന്ന കവറ്, സ്വർണ്ണ നിറത്തിലുള്ള പാത്രത്തിൻ്റെ കവറ് എടുത്തു മാറ്റുക. എന്തിനാ? സത്യധർമായ ദൃഷ്ടയെ. സത്യം എന്താണ്? ട്രൂത്ത്, ഫാക്ട്, എസൻസ്. ഇതാണ് സത്യം. ട്രൂത്ത്, ഫാക്ട്, എസൻസ്. ആ സത്യവും ധർമ്മം, ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്, അതും കാണാൻ, അത് ഇംഗ്ലീഷിൽ പറയായിരിക്കും എളുപ്പം. ട്രൂത്ത് സത്യം തന്നെ, ഫാക്ട് യാഥാർത്ഥ്യം, എസൻസ് അന്തസത്ത. ധർമ്മത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കടമ, റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം, പ്രിവിലേജ് അവകാശം. ഇങ്ങനെ 6 വാക്കുകൾ 2 വാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇംഗ്ലീഷിൽ. 6 ഇംഗ്ലീഷ് വാക്കുകൾക്ക് സംസ്കൃതത്തിൽ 2 വാക്ക്. സത്യം, ധർമ്മം. അത് കവർ കൊണ്ട് മൂടിയിരിക്കുകയാണ്. ആ കവറിൻ്റെ അടുത്തേക്ക് നിങ്ങളെ നയിക്കാനാണ് ഉപനിഷത്ത്, ഉപനയനം. ഉപ അടുത്തേക്ക്, നയനം കൊണ്ടുചേരൽ. നയനം എന്ന് വെച്ചാൽ കണ്ണെന്നുള്ള അർത്ഥമുണ്ട്, അത് വേറെയാണ്. ശരിക്കും നമ്മളെ കൊണ്ടു ചെല്ലലാണ് ഉപനയനം. പരമമായ സത്യത്തിൻ്റെയും പരമമായ ധർമ്മത്തിൻ്റെയും അടുത്തേക്ക് നമ്മളെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ഉപനിഷത്തിൻ്റെ ലെവല് എന്താണെന്ന് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല. എന്താ കാരണം അറിയും? ഏതോ വാചോ നിവർത്തന്തെ അപ്രാപ്യ മനസാ സഹ. സത്യവും ധർമ്മവും എന്താണെന്ന് മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ സാധിക്കില്ല, അനുഭവിച്ചറിയാനേ പറ്റുള്ളൂ. ഈ ലോകത്തിലെ ഏതിൻ്റെ സ്വാദ, ടേസ്റ്റ്, അത് ആരെങ്ങനെയൊക്കെ വിവരിച്ചാലും ഉൾക്കൊള്ളാൻ പറ്റില്ല, അനുഭവിച്ചറിയണം.
സാമ്പാറിൻ്റെ ആയാലും അവിയലിൻ്റെ ആയാലും തോരൻ്റെ ആയാലും ചായയുടെ ആയാലും ടേസ്റ്റ് അനുഭവിച്ചറിയണം. അതുകൊണ്ടാണ് അടുത്തേക്ക് കൊണ്ടുപോകലാണ് ഉപനിഷത്ത് ഉപനയനം. ബാക്കി ചെയ്യേണ്ടത് നിങ്ങളാണ്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, വി ക്യാൻ ബ്രിങ് ദ ഹോഴ്സ് നിയറർ ടു വാട്ടർ. ഒരു കുതിരയെ വെള്ളത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം, വി കനോട്ട് മേക്ക് ഇറ്റ് ഡ്രിങ്ക്. അതിനെ കുടിപ്പിക്കാൻ സാധിക്കില്ല. അത് അതിൻ്റെ ഉത്തരവാദിത്വമാണ്. അതേപോലെ യഥാർത്ഥത്തിൽ ഉപനിഷത്ത് എന്ന് പറയുന്നത് ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. എന്താ ശരിക്കും ജീവിതം? ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, ആശ്ചര്യവത് പശ്യതി കശ്ചിതേന. അത്ഭുതകരമായിട്ടൊരു വസ്തുതയാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, ഈ ബയോകെമിസ്ട്രി ഉപയോഗിച്ച് നമ്മൾ ഈശ്വരനെ അങ്ങോട്ട് വിവരിച്ചാൽ എന്താണെന്ന്. ഏതായാലും ഞാൻ വിവരിക്കുന്നുണ്ടാവും. അത് ചിന്തിക്കാൻ വേണ്ടി, യുക്തിവാദികൾക്ക് കൂടി വേണ്ടി. ഈശ്വരനെ ബയോകെമിസ്ട്രി ഉപയോഗിച്ച് വിവരിക്കുക. ഇവിടെ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നു, ഈ ജീവിതം എന്ന് പറയുന്നത് ആശ്ചര്യവത് പശ്യതി, അത്ഭുതകരാണ്. നിങ്ങൾ ഓരോ കുട്ടിയെയും നോക്കിക്കോളൂ, ഓരോ ജീവിയെയും നോക്കൂ. അത് എക്സിസ്റ്റ് ചെയ്യാനും, ഒരു പെൺമൃഗത്തിൻ്റെ പുറകെ ആൺമൃഗം പോകുന്നു, ആ പെൺമൃഗത്തിൻ്റെ ഗർഭത്തിൽ ബീജാവാപം ചെയ്യുന്നു, ആ പെൺമൃഗം ഒരു കുട്ടിയെ ജനിപ്പിക്കുന്നു. ഇതെല്ലാം ചിന്തിച്ച് നോക്കാം. ഈ ജീവിതം എന്ന് പറയുന്നത് എന്തൊരു അത്ഭുതമായിട്ടുള്ള പ്രതിഭാസമാണെന്നുള്ളത്. അപ്പൊ ശരിക്കും അത് കേട്ടും കണ്ടും ചിന്തിച്ചു ഒന്നും പഠിക്കാൻ സാധിക്കില്ല. അത് അനുഭവിച്ച് പഠിക്കണം. ഏതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മളെ ഉപനിഷത്ത് എഴുതിയ ആചാര്യന്മാര് പരമമായ സത്യത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നേ ഉള്ളൂ. അടുത്തേക്ക് കൊണ്ടുവന്നെത്തിക്കാം. എന്നിട്ട് പിന്നെ നീ തന്നെ പഠിച്ചോളാം. ശരിക്ക് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് BA കഴിഞ്ഞ് BSc എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ അറിയോ? ബാച്ചിലർ ഓഫ് സയൻസ്, ബാച്ചിലർ ഓഫ് ആർട്സ്. ബാച്ചിലർ എന്നൊരു വേറൊരു വാക്ക് കൂടിയുണ്ട്, ഗ്രാജുവേറ്റ്. ഗ്രാജുവേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? നമ്മളിലുള്ള അറിവ് ഗ്രാജുവേറ്റ് ചെയ്തിട്ടുണ്ട്, അളന്നിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള അറിവുള്ളവനാണ്. അതുകൊണ്ട് ഈസ് ഗ്രാജുവേറ്റഡ് സ്കെയില് നമ്മൾ പറയാറില്ലേ? അളവുകൾ രേഖപ്പെടുത്തിയ സ്കെയില്, അളവുകൾ രേഖപ്പെടുത്തിയ പാത്രം, ഗ്രാജുവേറ്റഡ് വെസൽ. ഈസ് എ ഗ്രാജുവേറ്റ്. പിന്നത്തേതാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ്, മാസ്റ്റർ ഓഫ് ആർട്സ്, മാസ്റ്റർ ഓഫ് സയൻസ്. യഥാർത്ഥത്തിൽ ആ 2 സബ്ജക്റ്റും ഇയാൾ മാസ്റ്റർ ആണെന്ന് അർത്ഥം ഇല്ല. ഹീ ക്യാൻ മാസ്റ്റർ എന്നർത്ഥമേ ഉള്ളൂ. ആ മാസ്റ്റർ ഓഫ് സയൻസ്, മാസ്റ്റർ ഓഫ് ആർട്സിൽ അയാളെ അവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നു. ഇനി മുമ്പോട്ട് തന്നെ പൊക്കോളണം. PhD വേണമെങ്കിലും ഹയർ ലെവലിലേക്ക് പഠിക്കണമെങ്കിലൊക്കെ തന്നെ താനെ ചെയ്തോളൂ. മാസ്റ്റർ ഓഫ് ആർട്സ്, മാസ്റ്റർ ഓഫ് സയൻസ്. ദാറ്റ് മീൻസ് യു ക്യാൻ മാസ്റ്റർ. വി ഹാവ് ബ്രോട്ട് യു അപ് ടു ദിസ് ലെവൽ. Now it is your duty to get yourself into the level of master or higher level, post graduation. അളന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് കടന്ന ആളെയാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്ന് പറയാം. പോസ്റ്റ് മാർട്ടം എന്ന് പറയാറില്ലേ? മരിച്ചതിന് ശേഷം ചെയ്യുന്നതിനാണ് പോസ്റ്റ് മോർട്ടം, മരണത്തിന് ശേഷം. ഇപ്പം ഗ്രാജുവേഷന് ശേഷമാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ആവുക. ആ പോസ്റ്റ് ഗ്രാജുവേഷനിൽ നമ്മൾ എത്തുമ്പോഴാണ് ശരിക്കും തന്നെത്താനെ പഠിച്ച് അനുഭവിച്ച് മുമ്പോട്ട് പോകേണ്ട അവസ്ഥ വരിക. ഇതാണ് ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മളെ കുറേ അറിവ് കൊടുത്ത്, പുരാണങ്ങളിലൂടെ അറിവ് കൊടുത്ത്, അത് കഥകളാണ്. പിന്നെ മഹാഭാരതത്തിലൂടെ അനുഭവങ്ങളുടെയും കഥകളുടെയും കാര്യത്തിലൂടെ അറിവ് കൊടുത്ത്, പിന്നെ രാമായണത്തിലൂടെ അനുഭവങ്ങളിലൂടെ അറിവ് കൊടുത്ത്, പിന്നെ വേദത്തിലെ 4ാമത്തെ ലെവല് നേരെ സന്ദേശങ്ങളിലൂടെ അറിവ് കൊടുത്ത്, പിന്നെ നമ്മൾ ഉപനിഷത്തിൻ്റെ 5ാമത്തെ ലെവലിലെത്തുന്നു. അപ്പം 5ാമത്തെ ലെവലിലെത്തുമ്പോൾ പരമമായ സത്യത്തിൻ്റെയും പരമമായ ധർമ്മത്തിൻ്റെയും അടുത്തെത്തി എന്നർത്ഥം. അടുത്തെത്തി. ഇനി വെള്ളത്തിലേക്ക് എടുത്ത് ചാടി നീന്താൻ പഠിക്കേണ്ടത് നമ്മളാണ്.
വെള്ളത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇനി ചെയ്യേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഓർമ്മിക്കാം, നന്നായിട്ട് ഓർമ്മിക്കാം, ഉപനിഷത്ത് ഹിന്ദു ധർമ്മത്തിൻ്റെ സാഹിത്യ വൈദിക സാഹിത്യങ്ങളിലെ ലാസ്റ്റ് ലെവലാണ്. അവിടെ വരെയും നമ്മുടെ പൂർവികർ നമ്മളെ കൈപിടിച്ചു കൊണ്ടുവന്ന് അവിടെ എത്തിക്കഴിഞ്ഞ് കയ്യങ്ങോട്ട് വിടുകയാണ്. ഇനി തന്നെ മുമ്പോട്ട് പൊക്കോളൂ മകനെ, ശിഷ്യ എന്ന് പറഞ്ഞ ഉപനയനവും അത് തന്നെയാണ്. അച്ഛൻ മടിയിലിരുത്തി തുണി കൊണ്ട് കവർ ചെയ്ത്, ഇപ്പം ഞങ്ങളെയൊക്കെ ആണെങ്കിൽ വേദമന്ത്രം പഠിപ്പിക്കും, ഗായത്രി മന്ത്രം. ക്ഷത്രിയനെ ആണെങ്കിൽ ശസ്ത്രവിദ്യ പഠിപ്പിക്കണം, വൈശ്യനെയാണെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ശൂദ്രനെ ആണെങ്കിൽ അയാൾ ഏത് കർമ്മമാണോ ചെയ്യേണ്ടത് അത്. ഇത് ജാതിയല്ല, വർണ്ണം, പ്രൊഫഷണൽ. 4 വിഭാഗക്കാർക്കും ഉപനയനമുണ്ട്. ബ്രാഹ്മണന് മാത്രമല്ല, ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഉപനയനമുണ്ട്. പൂണൂലും ഉണ്ട് 4 പേർക്ക്. പക്ഷേ സാധാരണ ജോലി ചെയ്യുന്നവർക്ക് കഴുത്തിലെ ഈ നൂല് ഒരു ബുദ്ധിമുട്ടാവുന്നത് കൊണ്ട് വൈശ്യരും ശൂദ്രരും ആ വർണ്ണത്തിലുള്ളവർ, പ്രൊഫഷണലിലുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ജാതിയിലുള്ളവരുടെ അല്ല. ആ വർണ്ണത്തിലുള്ളവർ എപ്പോഴും പൂണൂലിടേണ്ട, ആവശ്യം വരുന്ന സമയത്ത് ഉത്തരീയമിട്ടാൽ മതി എന്ന് പറയും. ഒരു മുണ്ട റൊട്ടേറ്റ് ചെയ്തിട്ട് ഉത്തരീയമിട്ടാൽ മതി എന്ന് പറയും. ഇപ്പോൾ ഉപനിഷത്ത് നയനം പഠിക്കുക, മനസ്സിലാക്കാം. പ്രണാമം, നമസ്കാരം.